നമസ്കാരം. KSRTCയിലെ യവന കഥാനായകർ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ഭരണപക്ഷത്തേതുൾപ്പെടെ ട്രേഡ് യൂണിയനുകൾ ഉയർത്തിയ വിമർശനത്തെ നേരിടാൻ യവന കഥയെ കൂട്ടുപിടിക്കുകയാണ് KSRTC MD ടോമിൻ തച്ചങ്കരി. തച്ചങ്കരിയെ കഴിഞ്ഞ ദിവസം നിർത്തിപ്പൊരിച്ച കൂട്ടത്തിൽ CPM നേതാവ് ആനത്തലവട്ടം ആനന്ദനും ഉണ്ടായിരുന്നു. തെസ്യൂസ് രാജകുമാരനോട് പരാജയപ്പെട്ട് മരണത്തെ പുൽകിയ പ്രൊക്യൂസസ്റ്റസിൻ്റെ കഥ തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിൻ്റെ കഥ കൂടിയാണ്. മലയാളത്തിൻ്റെ വിപ്ലവ കവി വയലാറിൻ്റെ ഇതേ പേരിലുള്ള കവിത കേട്ട് ഊർജം സംഭരിച്ചാണ് തച്ചങ്കരി മന്ത്രി കൂടി പങ്കെടുത്ത പരിപാടിയിലെത്തിയത്. ഇവിടെ KSRTC ആകുന്ന ഏതൻസ് നഗരത്തെ വീണ്ടെടുക്കുന്ന തെസ്യൂസ് രാജകുമാരൻ മറ്റാരുമല്ല, നമ്മുടെ MD ടോമിൻ തച്ചങ്കരി തന്നെ. അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. യോഗം കൂടാൻ പാടില്ല, കൊടി കെട്ടാൻ പാടില്ല, മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല. ഇതെല്ലാം ചെയ്യുന്നു. എന്തെങ്കിലും ചെയ്യാനാവുമോ? നിങ്ങളുടെ ഉത്തരവിനെ കാറ്റിൽ പറത്തിയിരിക്കുന്നു. ആരാണ് ഈ കൽപ്പന പുറപ്പെടുവിച്ചാൽ ആരാണ്? ഇവർ കൊടിച്ചു പറ്റി അനുസരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ മാനേജ്മെന്റിനെതിരായിട്ടും പ്രത്യേകിച്ച് എനിക്കെതിരായിട്ടും ഉയർന്നു വന്നിട്ടുള്ള പല വിമർശനങ്ങളും അത് അറിയിക്കുന്ന വിധത്തിൽ തള്ളുകയോ അവയിൽ ഉൾക്കൊള്ളാകുന്നവയെ കൊള്ളുകയോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സമീപനം. ഞങ്ങൾക്ക് തച്ചങ്കരിയെ മാറ്റണ്ട, ഇവിടെ തന്നെ ഇരിക്കണം. എന്നെ കൊണ്ട് പറ്റൂല ഇതിനെ മേയ്ക്കാനെന്ന് പറഞ്ഞ അയാൾ ഇറങ്ങിപ്പോണം. ഗ്രീക്ക് പുരാണങ്ങളിലെ ഒരു കഥ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ആ കഥ കാനന വിദൂര ഭാഗങ്ങളിലെ ഗുരുവിൽ അലയടിച്ചു വന്ന ആ കഥയിലെ നായകൻ തിസ്യൂസ് എന്ന് പറയുന്ന ഗ്രീക്ക് രാജകുമാരനായിരുന്നു. തിരിഞ്ഞു ചുറ്റും കണ്ണോടിച്ചു തിസ്യൂസ് രാജകുമാരൻ. പുരാതന ഏതൻസ് തകർന്നടിഞ്ഞ് അതിൻ്റെ അവസാന നാളുകൾ കഴിയുമ്പോൾ അതിനെ പുനരുദ്ധരിക്കുവാനായി സ്വന്തം പിതാവിൻ്റെ പടവാളുമേറ്റ് കാനനിലൂടെ കുതിരപ്പട്ടാളത്തെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ കുതിരകൾക്ക് അല്പം ഒരു ജലം നൽകുവാനായി നിർത്തിയപ്പോൾ പ്രൊക്യൂസസ് എന്ന് പറയുന്ന അശ്വരീനി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഒടിച്ചുപറ്റി അനുസരിക്കും. ശരം വലിച്ചു തൊടുത്തതുപോലെ ആ ശബ്ദം മൂളി കാറ്റിൽ. ഒടിച്ചുപറ്റി അനുസരിക്കും. പ്രൊക്യൂസസിനെ പറ്റി ഗ്രീക്ക് പുരാണങ്ങൾ വഴി അവിടുത്തെ ജനങ്ങൾക്കറിയാം. പ്രൊക്യൂസ്റ്റസിനെ നീ അറിയില്ലേ, പറഞ്ഞു കേട്ടിട്ടില്ലേ, പറഞ്ഞു പണ്ടേ കേട്ടിട്ടുണ്ടാ പരാക്രമത്തിൻ കഥകൾ. കാനനം കൊണ്ടുപോകുന്ന അതിഥികളെ അയാൾ സ്വീകരിച്ച് അയാളുടെ അതിഥി മന്ദിരത്തിൽ കൊണ്ടുപോകും. എന്നിട്ട് മധുരവും തേനും പദാർത്ഥങ്ങളും നൽകി സൽക്കരിക്കും. വീട്ടിലേക്കവൻ അവരെ വിളിക്കും വിരുന്നു നൽകാനായി. അവർക്ക് തേനും പഴവും നൽകാൻ അനുചര സംഘം നിൽക്കും. ഇരുമ്പ് കട്ടിലിൽ കിടക്കും. നീണ്ട അവയവങ്ങളെ മുറിച്ചു മാറ്റുവാനും ചെറിയ അവയവങ്ങളാണെങ്കിൽ അതിൻ്റെ വലിയ ഇരുമ്പ് ചുറ്റികൾ വഴി വലിച്ചു നീട്ടി സ്വന്തം കട്ടിലിനനുസരിച്ച് പാകപ്പെടുത്തി മൃതശരീരാക്കുന്ന ആ പുരാണത്തിലെ കഥകളെ കുറിച്ച് അപ്പോൾ തന്നെ തിസ്യൂസ് രാജകുമാരൻ തിരിച്ചറിഞ്ഞു. അവന്റെ ഗുഹയിലെ ഇരുമ്പുകട്ടിലിൽ ആളുകൾ വീണുമയങ്ങും. ഉറക്കമായാൽ അവരുടെ മുതലുകളൊക്കെ കൊള്ളയടിക്കും. ഉറങ്ങി ഉണരുന്നവരെ കട്ടിലിൽ വരിഞ്ഞു കൂട്ടിക്കെട്ടും. അവന്റെ കട്ടിലിനേക്കാൾ വലുതാണ് അവരുടെ ഉടലുകളെങ്കിൽ അരിഞ്ഞു ദൂരെ തള്ളും കത്തിക്കവരുടെ കൈയും കാലും. അച്ഛൻ നൽകിയ പടവാളെടുത്ത് അച്ഛൻ നൽകിയ പടവാളും മുത്തച്ഛൻ നൽകിയ കഞ്ചുകവും പിന്നെ ഇരുമ്പുമായി ഉരസി അഗ്നിനാളങ്ങൾ ഉയർന്നു, പെരുമ്പറകൾ മുഴങ്ങി. അവസാനം തിന്മയെ നന്മ കൈയടക്കി ഏതൻസ് വീണ്ടും ഗ്രീക്ക് പുരാണങ്ങളിലെ ഒരു ഐതിഹാസികമായി തിരിച്ചു വന്നു. അടിച്ചു വീഴ്ത്തി പ്രൊക്യൂസ്റ്റസിനെ ആ യുവരാജകുമാരൻ. അടിച്ചു വീഴ്ത്തി പ്രൊക്യൂസ്റ്റസിനെ ആ യുവരാജകുമാരൻ. അരിഞ്ഞെറിഞ്ഞു പ്രൊക്യൂസ്റ്റസിൻ ശിരസ്സുടലും താഴെ. സോക്രട്ടീസും അരിസ്റ്റോട്ടലും വാണ പുരാണങ്ങളിലെ ഇതിഹാസങ്ങളിലെ ആ ഏതൻസിനെ കുറിച്ച് നന്മയുടെ നാളുകളിലേക്ക് തിരിച്ചു വരാനുള്ള തിരിച്ചറിയലിലെ ആ ഏതൻസിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട്
നല്ലൊരു നാളേക്കായി KSRTCയുടെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്ന നാളിലേക്കായി നാം എല്ലാവരും കഠിനമായ പ്രവർത്തനത്തിൽ ഏർപ്പെടണം. നമ്മുടെ പ്രവർത്തനങ്ങളും അതിൽ മൂലമുണ്ടാകുന്ന ഫലങ്ങളുമായിരിക്കണം നമ്മുടെ നേരെയുള്ള മൂർച്ചയേറിയ ആരോപണങ്ങൾക്കുള്ള മറുപടി. പ്രസംഗം കലക്കി, എന്നാലും പഹയ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോൾ എടുത്ത് കാഴ്ചയാ മതിയല്ലോ എന്ന് കരുതിയാ. ഇനി ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ ആരുടെ പക്ഷത്താണെന്ന് നോക്കാം. KSRTCയുടെ രക്ഷകനായി അവതരിച്ചിട്ടുള്ള തെസ്യൂസിനൊപ്പമോ MDയുടെ വിമർശകരായ പ്രക്രൂസ്റ്റസുമാരോടൊപ്പമോ? നമ്മുടെ ഒരു പ്രക്ഷോഭ രംഗത്ത് ഒരു പൊതു നേതാവ് പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായും അത് പിന്നെ കുറേ ശക്തിയുള്ള വാക്കുകളുണ്ടാകും. ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് പ്രക്ഷോഭ രംഗത്തല്ല. ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ പരമാവധി പക്വത പാലിക്കും. എന്നാൽ ഒരു പ്രക്ഷോഭ രംഗത്ത് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ കുറേ കൂടി പിന്നെ ആവേശകരമായ രീതിയിൽ പ്രതികരിക്കും. അങ്കക്കലി കൊണ്ടുപോയി. അത് നമ്മുടെ കേരളത്തിൽ തൊഴിലാളി മേഖലയിലെ തൊഴിലാളി പ്രക്ഷോഭങ്ങളുമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭ സമരങ്ങളിലെയും പ്രതിഷേധ സമരങ്ങളിലെയും പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അത് ആരെയും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്താനുള്ളൊരു ശ്രമമല്ല. തൊഴിലാളികളുടെ വികാരം അവരുടെ നേതാവായ ആനത്തലവട്ടം ആനന്ദൻ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലൂടെ പ്രതികരിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ശത്രുവായി കാണുക, CMDയെ ശത്രുവായി കാണുക, അങ്ങനെ ഒരു നിലപാടൊന്നും നമ്മളാരും സ്വീകരിക്കേണ്ടതില്ല. അല്ലയോ തെസ്യൂസ് രാജകുമാര, മന്ത്രി കൂടെ ഉണ്ടല്ലോ, എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഗ്രീക്ക് കഥ പറഞ്ഞില്ലേ? നിൽക്കുക രാജകുമാര, നിൽക്കുക നിൽക്കുക രാജകുമാര. യവന കഥയെ വെല്ലുന്ന നാടകങ്ങൾ അരങ്ങേറുന്ന മലയാള സിനിമയിൽ ചലച്ചിത്ര പുരസ്കാരദാന ചടങ്ങിൻ്റെ പേരിലുള്ള വിവാദം അവസാനിക്കുന്നുവെന്ന് തോന്നുന്നു. ചടങ്ങിന് നടൻ മോഹൻലാലിനെ മുഖ്യ അതിഥിയായി ക്ഷണിക്കാൻ സർക്കാരും ക്ഷണം സ്വീകരിക്കാൻ മോഹൻലാലും തീരുമാനിച്ചു കഴിഞ്ഞു. ലാലേട്ടൻ മുഖ്യ അതിഥിയായി വന്നാൽ പുരസ്കാര ജേതാക്കളുടെ പ്രസക്തി പോകാതെ നോക്കുമെന്ന് സിനിമാ മന്ത്രി ബാലേട്ടനും പറഞ്ഞിട്ടുണ്ട്. അമ്മ വിഷയത്തിൽ പ്രസിഡന്റിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ച് നിവേദനം കൊടുത്തവരുടെ നിലപാടാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനകത്ത് മമ്മൂട്ടിയോ മോഹൻലാലോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. അവർ മാറി നിൽക്കുമെന്നാണ്. അങ്ങനെ വിളിക്കപ്പെടുന്നവർ മാറി നിൽക്കും. ഞങ്ങളുടെ മറ്റ് സഹപ്രവർത്തകർക്കാണ് കിട്ടിയിട്ടുള്ളത്. അവരാണ് അവിടുത്തെ മുഖ്യ അതിഥികൾ. അതുകൊണ്ട് തന്നെ അവർ മാറി നിൽക്കും. ഇതിൽ നാളെ മോഹൻലാലിനെ ഔപചാരികമായി ക്ഷണിച്ച് കത്തയക്കും. നാളെ പറ്റൂല, ഞാൻ വിടൂല. പ്രതിഷേധം എന്നുള്ള രൂപത്തിൽ ഒരു 107 പേരുടെ ഒപ്പിട്ടൊരു കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എനിക്കും തന്നിരുന്നു. അതിൽ മോഹൻലാലിനെ മുഖ്യ അതിഥിയായി ക്ഷണിക്കാൻ പാടില്ല എന്നെവിടെയും അവർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവരത് വ്യക്തമാക്കുകയും ചെയ്തു. ഞങ്ങൾ മോഹൻലാലിൻ്റെ പേര് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. പ്രശ്നം മുഖ്യ അതിഥിയായി ഒരാളുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ഡിമാൻഡ്. തനിക്ക് ജോലി വേണോ അതോ ഊണ് വേണോ? ഉണ്ണാനല്ലേ സാർ ജോലി. ഇപ്പൊ എഴുന്നേറ്റാൽ ഭാവിയിൽ നിനക്ക് ഉണ്ണാം. ഞാനാ പറയുന്നത് ഇരിക്കാൻ. എനിക്ക് ഭാവിയിൽ ഉണ്ണണം. കീറിയ ദൈവം അതിനുള്ള വകയും തരും. മികച്ച നടന്മാരെയും നടികളെയും ആദരിക്കുന്ന ചടങ്ങിൽ മോഹൻലാൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല. മാത്രമല്ല മോഹൻലാലിനെ ക്ഷണിക്കാൻ പാടില്ല എന്ന് ഇന്നേ വരെ ആരും പറഞ്ഞിട്ടുമില്ല. ഞാൻ യാത്ര വയ്ക്കാൻ വന്നാണ്. എങ്ങോട്ട്? ഇവിടെ ഡ്രൈവർ ആവശ്യമില്ലെന്ന് പറഞ്ഞു. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എന്തടവ്? എനിക്കറിയാം ഡ്രൈവിംഗ്. തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. കുഞ്ഞ് എവിടെയും പോണ്ട. അങ്കിൾ ഇതിൽ ഇടപെടരുത്. എന്റെ അമ്മയ്ക്ക് എന്തൊരു പെർഫോമൻസ്. അപ്പോൾ ആർക്കും ഒരു പ്രതിഷേധവും ഇല്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വിവാദം ഉണ്ടാക്കണോ? ആർക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രശ്നവും ഇപ്പം ഇല്ല. എവിടെ നിന്ന് കിട്ടി ഇതിനെ? അങ്കിൾ ഇവൻ ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. സന്തോഷം. അത്ര നിർബന്ധമാണ്. ഞാൻ തരാം വണ്ടിക്കൂലി. വേഗം സ്ഥലം വിടും. വിവാദം ഉണ്ടായാലും ഇല്ലെങ്കിലും ഗവൺമെൻറ് നാളെ അദ്ദേഹത്തിന് ഔപചാരികമായിട്ടുള്ള കത്ത് കൊടുക്കും. പിന്നെ അയാൾ വരുമോ ഇല്ലയോ എന്നുള്ളത് അയാൾ തീരുമാനിക്കേണ്ടതാണ്. ഇപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ വിവാദം ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി. ഇനി ഒറ്റ സമയം കളയണ്ട. ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടുന്ന് വിടത്തില്ല. എടാ ശംഭു, നീ പോവില്ലല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? മുഖ്യ അതിഥിയായി തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത്.
നാളെയാണ് കത്ത് കൊടുക്കാൻ പോകുന്നത്, ഔപചാരികമായിട്ടുള്ള കത്ത്. അദ്ദേഹത്തിന് ഇന്നേ വരെ ഔപചാരികമായിട്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഔപചാരികമായിട്ട് ക്ഷണിക്കുന്നതിനേക്കാളും മുമ്പേ വിവാദങ്ങളാണ്. ഇതാ മോഹൻലാൽ മുഖ്യ അതിഥിയായിട്ട് വരാൻ പോകുന്നു. ഞങ്ങൾ നാളെയേ വിളിക്കുന്നുള്ളൂ, അദ്ദേഹത്തിനെ ക്ഷണിച്ചിട്ടേ ഇല്ല ഇതുവരെ. പോക്കത്തരം കാണിച്ച അമ്മച്ചാണ് ഇടിച്ചിന്റെ കൂമ്പലിക്കളെ. കുഞ്ഞെ, ഞാൻ പറയാതെ കുഞ്ഞ് എവിടെയും പോകണ്ട. സ്വന്തം വീടായിട്ട് ഇത് കരുതിയാ മതി. എന്നെ പോവാൻ സമ്മതിക്കല്ലെങ്കിൽ ലാലേട്ടൻ വന്നാലേ നമുക്കും പ്രസക്തിയുള്ളൂവെന്ന് വിനയം കൊണ്ട് മികച്ച നടനുള്ള പുരസ്കാര ജേതാവായ ഇന്ദ്രൻസും പറയുന്നു. ലാലേട്ടൻ ഇല്ലാതെ നമുക്കെന്താഘോഷം എന്ന്. മാത്രവുമല്ല, ഇതിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദ്രൻസ് തന്നെ മോഹൻലാലിൻ്റെ വേദി പങ്കിടുന്നത് അഭിമാനമാണ്, ഒരു വിഷമവും എനിക്കില്ല എന്ന് അദ്ദേഹവും. ഈ പൂട്ടിന്റെ മുകളിൽ നീ നിന്റെ പൂട്ടിട്ട് പൂട്ടിയ നിന്നെ ഞാൻ പൂട്ടും, ഒടുക്കത്തെ പൂട്ട്. അപ്പം തുടക്കത്തിലെ തന്നെ ഞാൻ ഇപ്പോൾ സ്ഫടികം പോലെ അല്ലെങ്കിൽ അല്ലാത്ത തൂവാനത്തുമ്പികൾ അങ്ങനെയൊക്കെ ഞാൻ അവരോട് സഹകരിച്ചിരുന്ന ഒരു രീതി വെച്ച് മോഹൻലാൽ സാറിൻ്റെയും മമ്മൂക്കയുടെയും ഒക്കെ കൂടെ നിന്ന് അവർ ചൂടും ചൂരും ഒക്കെ അനുഭവിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു രൂപപ്പെട്ടു വന്നത്. അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യം എനിക്ക് ഭയങ്കര ഊർജ്ജമാണ്, എനിക്ക് ഉത്സാഹമാണ്. നല്ല ഒന്നാം തരം കറുത്ത മുട്ടനാടിന്റെ ചങ്കിലെ ഇരുന്നാഴി ചോര മതി, തോമാച്ചായൻ ആനയോടിച്ചു നിൽക്കും. അദ്ദേഹം വലിയ എത്ര നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ ചെയ്ത് എത്ര മഹത്തരമായ സിനിമകളൊക്കെ ചെയ്ത് അത്ര വേര് പിടിച്ച് നിൽക്കുന്ന, അങ്ങനെ ഒന്നും തകർക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നവരല്ലേ. അവരെ തണലിലല്ലേ കുറേ പേര് വളരുന്നതും വളർന്നു വരേണ്ടതും. അപ്പോൾ അതെങ്ങനെയാണ് അത് കുറച്ചു പോകുന്നത്, മങ്ങലേക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മതിയടാ, യോട്ടക്കാലിനൊക്കെ മതി. നിനക്ക് എന്താ വേണ്ട? ഒന്നും വേണ്ട. ഉത്തരേന്ത്യയിൽ പശുക്കളുമായി പോകുന്ന മുസൽമാന്മാരെ കണ്ടാൽ തല്ലിക്കൊല്ലുമെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിൽ പോയിരിക്കുന്നത് 200 പശുക്കളെ ദാനം ചെയ്യാനാണ്. നമ്മുടെ രാജ്യത്ത് പശുക്കൾക്കുള്ള പ്രാധാന്യം റുവാണ്ടക്കാർ മനസ്സിലാക്കണം. രാജസ്ഥാനിലെ ആൾവാറിൽ പശുരക്ഷകരുടെ ഏറ്റവും അവസാനത്തെ ആക്രമണത്തിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിലാക്കുന്നതിന് പകരം പോലീസുകാർ ആദ്യം ചെയ്തത് പശുക്കളെ ഗോരക്ഷാലയത്തിൽ എത്തിക്കുക എന്നതായിരുന്നു. തിരിച്ചു വന്ന് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആൾ മരിച്ചുപോയി. പശുക്കളെ കൊല്ലുന്നതിന് നിരോധനമുള്ള, എന്നാൽ പശുക്കളുടെ പേരിൽ മനുഷ്യരെ കൊല്ലാവുന്ന നാടായ ഇന്ത്യയെക്കുറിച്ച് റുവാണ്ടക്കാർ നിശ്ചയമായും അറിഞ്ഞിരിക്കണം. കളികൾ മെച്ചു നടന്നു കണ്ണൻ, നല്ല കാർനിറം കൊണ്ടു കളിച്ചു കണ്ണൻ. കളികൾ മെച്ചു നടന്നു കണ്ണൻ, നല്ല കാർനിറം കൊണ്ടു കളിച്ചു കണ്ണൻ. മണ്ഡപം ഉണ്ടാക്കി വച്ചു കണ്ണൻ, മണ്ഡപം കള്ളം പറഞ്ഞു കണ്ണൻ. മോദിയാണെങ്കിലോ അത് കഴിഞ്ഞ് ഉടനെ പുറപ്പെട്ടു ഉഗാണ്ടയിലേക്ക് 200 പശുക്കളെയും കൊണ്ട്. ലോകം മുഴുവൻ പശുക്കളെ കൊണ്ട് കിടക്കലാണ് മോദിയുടെ പണി. 200 പശുക്കളെയും കൂട്ടി അദ്ദേഹം പുറപ്പെട്ടിരിക്കുകയാണ് ഉഗാണ്ടയിൽ. ലോകസഭയിലെ പ്രശ്നമൊക്കെ ഞാൻ തീർത്തു, എനിക്ക് ആലിംഗനം കിട്ടി, എനിക്ക് മുത്തം കിട്ടി. അതുകൊണ്ട് ഒരു പ്രതിപക്ഷത്തെ പേടിക്കാനില്ല. വല്ല വിഷയം നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? പശുവിന് എന്താ കുഴപ്പം? ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാ ഞാൻ. ഇപ്പൊ എന്റെ തൊഴുത്തിലൊന്ന് വന്ന് നോക്ക്. ഘടാഘടിയന്മാരായ 50 പശുക്കളിൽ നിന്ന് വിലസുന്നു. മാർക്കറ്റിൽ 5 മുറി കടവണതു, 3-4 വീട് കെട്ടി. ഇതെല്ലാം ആ മിണ്ടാപ്രാണികളുടെ പാല് വിറ്റ കാശുകൊണ്ടാ. അറിയാമോ? അറിയില്ല. ഗോകുല പാല ബാലക ഗോപികമാരുടെ കാമുക ഉണ്ണിക്കണ്ണാവായം ഉണ്ണിക്കണ്ണാവാ പടമുടുത്ത വല്ലഭ കപട നാട്യ സൂത്രക ഉണ്ണിക്കണ്ണാവായം ഉണ്ണിക്കണ്ണാവാ വെണ്ണകട്ട കുറുമ്പനായി കലമുടച്ച കറുമ്പനായി കാലിക്കോലും കയ്യിൽ കൊണ്ടേവാ ഓടത്തണ്ട ചുണ്ടിൽ ചേർത്തേവാ കള്ളക്കണ്ണ. ദിവസേന 25 ലിറ്റർ പാല് കറക്കണ നല്ല ഒന്നാം തരം 2 ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. ദിവസം എന്ത് ലാഭം വരും? മുഴുവൻ ലാഭം തന്നെയാ. തിരി കഴിഞ്ഞാൽ പിണ്ണാക്ക്, തിരി പരത്തിക്കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറ വറാന്നും പറഞ്ഞ് ഒഴുകുകയായി. ദിനദിം 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 ദിനദിം
ഗോകുല പാല ബാലക ഗോപികമാരുടെ കാമുക ഉണ്ണി കണ്ണാവാ ഉണ്ണി കണ്ണാവാ. उन पशुओं की सेवा कर रहे हैं जिन पशुओं को कभी वोट देने के लिए नहीं जाना. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. വക്രദൃഷ്ടിയിൽ ഇനി ഇടവേളയാണ്. രാഹുലിൻ്റെ മോദി ആലിംഗനത്തെക്കുറിച്ച് കോടിയേരി. ഇരിക്കുന്ന മോദിയെ ആലിംഗനം ചെയ്യുക, നിൽക്കുന്ന ആളെ ആലിംഗനം ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇരിക്കുന്നവനെ പോയി കുനിഞ്ഞു പിടിച്ച ആലിംഗനം ഇത് ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? എന്തോന്നടാ ഇതൊക്കെ കാണക്കേട്. ധൃതരാഷ്ട്രാലിംഗനം പോലത്തെ ഒന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി അസ്തപ്രജ്ഞനാക്കി എന്ന് കോൺഗ്രസ്സുകാർ വീമ്പിളക്കുന്നുവെങ്കിലും നമ്മുടെ കോടിയേരിക്ക് അത് അത്ര പിടിച്ചില്ല. ഇരിക്കുന്ന ആളെ നിന്നുകൊണ്ട് പൂണ്ടടക്കം പിടിച്ച ആ ആലിംഗനം കണ്ടിട്ട് കോടിയേരി പോലും ഷോക്കിൽ നിന്ന് മോചിതനായിട്ടില്ല. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഘോരഘോരം പ്രസംഗിച്ചു. आपके अंदर मेरे लिए गुस्सा है, आपके लिए मैं पप्पू हूँ. അവസാനം ചെയ്ത പണി നിങ്ങൾ കണ്ടില്ലേ? ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ? എന്നാ പ്രസംഗിച്ചാൽ ആ പ്രസംഗിച്ചെടുത്ത് നിൽക്കണ്ടേ? ഒരു ഗൗരവമൊക്കെ വേണ്ടേ? നീ എന്താ ആലോചിക്കുന്നത് മുതലാളി? ലോകത്തിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. നീ പറഞ്ഞ നാട്ടുകാര് വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ പിള്ളാച്ചാ ചെവി കിട്ടുക വേണ്ട വേണ്ട, നീ കടിച്ചു പറിക്കും. ആരെങ്കിലും ചെയ്യുന്ന ഒരു രീതിയാണോ അവിടെ പോയി നിന്ന് ആ മോദിയെ? അയാളാണെങ്കിൽ നിൽക്കാൻ പോലും തയ്യാറായില്ല. ഇരിക്കുന്ന മോദിയെ ആലിംഗനം ചെയ്യുക, നിൽക്കുന്ന ആളെ ആലിംഗനം ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇരിക്കുന്നവനെ പോയി കുനിഞ്ഞു പിടിച്ച ആലിംഗനം ഇത് ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? എന്തോന്നടാ ഇതൊക്കെ കാണക്കേട്. കിളത്താതെ നല്ല ആക്ടിംഗ് ആണ്, നല്ല അഭിപ്രായം. ഇതല്ലേ ഈ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കാട്ടിക്കൂട്ടിയ കോപ്രായം? ഭാവി പ്രധാനമന്ത്രി എന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പ്രസംഗിച്ച് നടക്കുമ്പോൾ നാളെ ഇത് തന്നെയല്ലേ ടെലിവിഷനിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? ഇതാണ് രാഹുൽ ഗാന്ധി കാണിച്ചത്. വീണ്ടും ഇടവേള. വൈക്കോയുടെ നിരാശ. சிங்கமொன்று புறப்பட்டதே அதுக்கு நல்ல காலம் நேரம். பரவாயில்ல, இங்கே தமிழ்நாடு டிவி எந்தெந்த டிவி வந்திருக்கு? நோ தமிழ் டிவி ஒன்றும் உருப்படாது. തമിഴ് രാഷ്ട്രീയത്തിലെ സിംഹം MDMK നേതാവ് വൈക്കോ മുഖ്യമന്ത്രി പിണറായിയെ സന്ദർശിക്കാൻ തിരുവനന്തപുരത്ത് വന്നിരുന്നു. തേനിയിലെ കണികാ പരീക്ഷണത്തിനെതിരെയുള്ള സമരത്തിൽ കേരളത്തെ കൂടെ നിർത്താനാണ് വരവ്. തമിഴ് ചാനലുകളെ പ്രതീക്ഷിച്ചെങ്കിലും നിരാശനായ വൈക്കോ മലയാള ചാനൽ പ്രതിനിധികളെ കണ്ട് ആശ്വസിക്കുന്നു. சிங்கம் ஒன்று புறப்பட்டதே அதுக்கு நல்ல காலம் நேரம் ஊரும் உண்மை. சிங்கம் ஒன்று புறப்பட்டதே. பரவாயில்ல, இங்கே தமிழ்நாடு டிவி எந்தெந்த டிவி வந்திருக்கு? நோ தமிழ் டிவி ஒன்றும் உருப்படாது. வந்து இருக்கா நீ வச்சுக்கிட்டு இருக்க? நீ எந்த என் பிஏ இல்லை நீ. பரவாயில்ல, கேரளாவில் வந்தா போதும். புதிய தலைமுறை, தந்தி டிவி, பாலிமர், நியூஸ் 7 ஒருவர் வரல. ஜெயா டிவி இங்கே கேமராவே காணுமே. தமிழில் சொல்லலாமா?
நம்ம இதெல்லாம் மலையாள டிவியில் போடுவீங்களா? ஏன்னா நீங்கள் மலையாள டிவியில் இங்கிலீஷில் போட்டால் நல்லா போடுவீங்களா, தமிழில் சொன்னால் போடுவீங்களா? மாத்ருபூமி போன்ற தொலைக்காட்சிகள் மூலம், இங்கே உள்ள ஊடகங்கள் மூலம் நான் கேரள மக்களை, சகோதர சகோதரிகளை அன்போடு வேண்டிக் கொள்கிறேன். இடுக்கி அணைக்கும் ஆபத்து என்பதும் 2 மாநிலங்களையும் பாதிக்கும் என்பதால் இந்த நீட்டுணர்வு திட்டத்தை நாம் எதிர்க்க வேண்டும். உன்னோடு ரத்தம் சிந்த உண்மை உள்ள கூட்டம் உண்டு. உன்னோடு ரத்தம் சிந்த உண்மை உள்ள கூட்டம் உண்டு. 2 ஒன்று பார்க்கும் வரைக்கும் ஆட 2 கண்ணில் இல்லை உறக்கம். சபதம் செய்து சிங்கம் ஒன்று கூறப்பட்டதே. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ? അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. അതെ, നമ്മളെന്താ ഈ മനുഷ്യനെ നേരത്തെ കണ്ടുമുട്ടായിരുന്നത്? എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ. വക്രദൃഷ്ടി പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.